ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിലെ വാസവന്റെ ആൾക്കാരെ വീട് ആക്രമിച്ചതും തീ വെച്ചതും എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അത് വിക്രമിനെയും നന്നായി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. വേദയുടെ മുന്നില് സങ്കടം പറയുന്നുണ്ട്. ശേഷം വേദ റൂമിലേക്ക് അകത്തേക്ക് പോയി കിടക്കാൻ വേണ്ടി പറയും വിക്രം. അങ്ങനെ അച്ഛന്റെ അമ്മയുടെ അടുത്തും ചെല്ലുമുണ്ടാവും മാഷ് പൊട്ടിക്കരഞ്ഞ് ഒരു ഭ്രാന്തമായ രീതിയിൽ നിൽക്കുന്നേ. പിറ്റേ ദിവസം രാവിലെ വേദ നല്ല ക്ഷീണത്തിൽ കിടക്കുക. ശ്രീജിയ വന്ന് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ പിന്നീട് കാണിക്കുന്നത് MLA ഇവരുടെ വീട്ടിലേക്ക് വരണേ. വിക്രമിന് നല്ല ദേഷ്യം വരുന്ന മാഷടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോ വിക്രം ദേഷ്യത്തോടെ അയാളുടെ ഷോൾഡറിൽ കയറി പിടിക്കണേ. അപ്പോഴേക്കും മാഷ് വിക്രം എന്ന് വിളിച്ച് വിക്രമിനെ തടയുന്നുണ്ട്. എന്നാൽ വിക്രം അതൊന്നും കാര്യാക്കുന്നില്ല. അപ്പോഴേക്കും വേദയും അങ്ങോട്ട് വരും. വേദ വരുന്ന കാണുമ്പോ എല്ലാവരും വേദയെ നോക്കുന്നുണ്ട്. വേദ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ MLAക്കിട്ട് നല്ലൊരെണ്ണം കിട്ടേണ്ടതായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ വീട് കത്തിയിട്ടുണ്ടല്ലോ. വിക്രം ശരിയെ, അതായത് അത് നന്നാക്കേണ്ട ആൾക്കാരെ വിളിച്ചിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിങ്ങനെ അത് നന്നാക്കാൻ വേണ്ടി പറയാ. എന്നാ ഇത് കാണുന്ന മാഷ് അത് തടയണേ. ഇത്രയും കാലം കൊണ്ട് നീ എനിക്ക് നൽകിയ സ്മാരകം അതെന്റെ മരണം വരെ അതുപോലെ അവിടെ ഉണ്ടാവണം. ആ വീട് അങ്ങനെ തന്നെ നിൽക്കണമെന്ന് മാഷിന് വാശിയായിരുന്നു. വിക്രമിനോടുള്ള ഒരു തരം വാശി. എന്തിനാ മാഷ് ഇത്രയും വെറുപ്പും വാശിയും വിക്രമിനോട് കാണിക്കുന്നതെന്ന് വേദയ്ക്ക് അറിയണമെന്നുണ്ട്. അങ്ങനെ വേദ ശ്രീചേർത്തിയുടെ അടുത്ത് കാര്യമായിട്ട് തന്നെ ചോദിക്കണേ. എന്തായാലും ശ്രീജ അത് വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വേദയോട് പറയുന്നേ. വിശ്വത്തിനോട് സംസാരിച്ചപ്പോ വിശ്വവും സമ്മതിച്ചതാണ്. അങ്ങനെ അച്ഛനും മകനും രണ്ട് ധ്രുവങ്ങളിലായി പോയ ആ രഹസ്യം വേദ അന്വേഷിച്ചു തുടങ്ങി ശ്രീജയിൽ നിന്ന് തന്നെ. ശ്രീജേർത്തി പറയും, ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ വിശ്വേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിക്രം ഈ വീട്ടിനും അമ്മയ്ക്കും മാത്രമായിരുന്നില്ല, മാഷിനും നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് മാഷിനെ. മാഷായിരുന്നു അവന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നത്, കോളേജിലും. എന്തിന് അവര് ഒരു അച്ഛനും മകനും എന്നുള്ള രീതിയിലല്ലായിരുന്നോ, അവര് സുഹൃത്തുക്കളായിരുന്നോ. പരസ്പരം ഒന്നും മറച്ചു വെക്കാത്ത നല്ല സുഹൃത്തുക്കൾ. അതില് മാഷ് നന്നായി അഭിമാനം കൊണ്ടിരുന്നു. നാട്ടുകാരുടെ മുന്നില് നല്ല അഭിമാനത്തോടു കൂടെയായിരുന്നു മാഷ്. അച്ഛന്റെ വിക്രമിനോടുള്ള ആ സ്നേഹമൊക്കെ കാണുമ്പോ ആർക്കായാലും കൊതി വരായിരുന്നു. വിക്രം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കാനായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കായിരുന്നു മാഷ്. എന്നിട്ട് അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. വിക്രം ഇങ്ങനെ പഠിക്കുന്നതും വലിയ ആളാവുന്നതൊക്കെ സ്വപ്നം കാണുമായിരുന്നു. പിന്നെ സ്കൂളില് മാഷ് യാത്രയാവുന്ന ആ ദിവസം വിക്രമായിരുന്നു അവിടെ ജോയിൻ ചെയ്തിരുന്നത് മാഷിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും കേൾക്കുമ്പോൾ തന്നെ വേദന ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർക്കിടയിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അതിൻ്റെ വേറെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്